കളമശ്ശേരിയിൽ നടുറോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു. പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്. പരിക്കേറ്റ സ്ത്രീയെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 34-കാരനായ അഷലാണ് ഭാര്യ നീനുവിന്റെ കഴുത്തിന് വെട്ടിയത്. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റ നീനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ നീനുവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പ്രതി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന നീനുവിനെ AKG റോഡിൽ വെച്ച് അഷൽ തടഞ്ഞു നിർത്തി. പിന്നീട് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാവുകയും ഇതിനിടയിലാണ് പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നീനുവിന്റെ കഴുത്തിന് വെട്ടിയത്. പിന്നാലെ അഷൽ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. നീനുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. 6 വർഷമായി നീനുവും അഷലും വിവാഹിതരായിട്ട്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ഇരുവരും പിരിഞ്ഞു താമസിക്കുകയാണ്. അഷൽ സ്ഥിരമായി നീനു താമസിക്കുന്ന കളമശ്ശേരിയിലെ വീടിന് സമീപമെത്തി ബഹളം വെക്കാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. രാവിലെ ഒരു 9:30 മണിയോടുകൂടിയാണ് ഇവിടെ സംഭവം നടന്നത്. ആ പെൺകുട്ടി ഇവിടെ ഒരു പഴയ ഫാമിലിയിലുള്ളതാണ്. അവർ ജോലിക്ക് പോകുന്ന വഴി ഭർത്താവാണെന്ന് പറയുന്നു. ഇവിടെ ചേർത്തി ഇവിടെ വെച്ച് കത്തിക്കുത്തന്നെ ചെയ്തത്. അത് കഴുത്തിൻ്റെ ഭാഗത്താണ്, ഡീപ്പായിട്ടുള്ള മുറിവാണ്. ഇപ്പോൾ ആദ്യം കിരിയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിലെ മുറിവ് കാരണം ബ്ലഡ് നിന്നിട്ടില്ല എന്ന് പറയുന്നു. എല്ലാം സർജറി ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തോ ഫാമിലി പ്രോബ്ലം ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ ആ പെൺകുട്ടി MA സജീവൻ റോഡിൽ താമസിക്കുന്ന ഒരാളാണ്. ന്യൂസ് ബ്യൂറോ, കളമശ്ശേരി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.